ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി ഭാരതം. അരുണാചൽ പ്രദേശിലെ അതിർത്തി ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റി ബീജിംഗ് പുറത്തിറക്കിയ പട്ടിക വ്യർത്ഥവും അസംബന്ധവുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അരുണാചൽ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അതിൽ ചൈനയ്ക്ക് ഒരു അവകാശവുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, അരുണാചൽ പ്രദേശിന് മേൽ വീണ്ടും ചൈനയുടെ പ്രകോപനം ഉണ്ടായിരിക്കുന്നു. ഈ ബെയ്ജിംഗ് ഇപ്പോൾ പുറത്തുവിടുന്ന ചില പട്ടിക എന്നത് അരുണാചൽ പ്രദേശിലെ അതിർത്തി ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റിക്കൊണ്ടുള്ളതാണ്. നമുക്കറിയാം, ഈ ആദ്യമായല്ല ചൈന അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രകോപനം സൃഷ്ടിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ 2024 ഏപ്രിൽ മാസത്തിൽ അതിർത്തിയിലെ ഏതാണ്ട് 30 ഗ്രാമങ്ങളുടെ പേരുകൾ ചൈന തിരുത്തിക്കൊണ്ടൊരു പട്ടിക ഇറക്കിയിരുന്നു. അതിന് മുൻപും സമാനമായ രീതിയിലുള്ള പ്രകോപനം ചൈന സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭാരതത്തിന്റെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആരെങ്കിലുമൊക്കെ അരുണാചൽ പ്രദേശ് സന്ദർശിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ വലിയ പ്രകോപനങ്ങൾ അതിർത്തിയിൽ സൃഷ്ടിക്കുന്നതൊക്കെ ചൈനയുടെ ഒരു വർഷങ്ങളായിട്ടുള്ള രീതിയാണ്. ഏതായാലും അതൊന്നും വിലപ്പോവില്ല, അല്ലെങ്കിൽ അത്തരം പ്രകോപനമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന കൃത്യമായ സന്ദേശം ഇപ്പോൾ ചൈനയ്ക്കും നൽകുകയാണ് ഭാരതം. വിദേശകാര്യ വക്താവ് ചൂണ്ടിക്കാണിച്ചത് അരുണാചൽ പ്രദേശ് എന്നത് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അരുണാചൽ പ്രദേശ് ഇന്നലെകളിലും ഇന്നും നാളെയും ഭാരതത്തിന്റെ ഭാഗമായി തന്നെ തുടരും. അതിൽ ബെയ്ജിംഗ് പ്രകോപനം സൃഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പേര് തിരുത്തുന്നത് കൊണ്ടോ അതല്ലാതാകുന്നില്ല, വസ്തുത ഇല്ലാണ്ടാകുന്നില്ല എന്നാണ് വിദേശകാര്യ വക്താവ് പറഞ്ഞത്. ഏതായാലും ചൈനയ്ക്കും ഇപ്പോൾ ശക്തമായ താക്കീത് ഭാരതം നൽകുകയാണ്. അതായത് ചൈന പലപ്പോഴും അവകാശപ്പെടുന്നത് ടിബറ്റിന്റെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നതാണ്. നമുക്കറിയാം, ടിബറ്റ് തന്നെ ചൈനയുടെ ഭാഗമല്ല. അതൊരു സ്വതന്ത്ര പരമാധികാര സ്വഭാവമുള്ള ഒരു ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു ടിബറ്റ് എന്നത്. വളരെ ചെറിയ രാജ്യമായിരുന്നു. ബുദ്ധമതക്കാരുടെ ആചാര്യനായ ദലൈലാമ ആ രാഷ്ട്രത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഭരണാധികാരി അദ്ദേഹമാണ്. എന്നാൽ 60കളുടെ തുടക്കത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ചൈന ടിബറ്റിലേക്ക് അധിനിവേശം നടത്തിയത്. അങ്ങനെ അധിനിവേശം നടത്തിയ ഒരു സ്വതന്ത്ര സ്വഭാവമുള്ള രാഷ്ട്രത്തെ ചൈന പിടിച്ചെടുത്തു വെച്ചു. ഇപ്പോൾ അവകാശപ്പെടുന്നത് ടിബറ്റിന്റെ ദക്ഷിണ ഭാഗമാണ് അരുണാചൽ പ്രദേശും അതോടൊപ്പം തന്നെ നമ്മുടെ സിക്കിം പോലെയുള്ള പ്രദേശങ്ങൾ എന്നതാണ്. അനാവശ്യമായ പ്രശ്നങ്ങൾ അതിർത്തിയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം പലപ്പോഴും ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചൈന നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം ഭാരതത്തിന്റെ സൈന്യം അതിനെ കൃത്യമായിട്ട് തന്നെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ അതിർത്തിയിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റിക്കൊണ്ടൊരു പ്രകോപനം ബെയ്ജിങ്ങിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിന് ശക്തമായ ഭാഷയിൽ ഭാരതം മറുപടി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ഒരു യുദ്ധ അന്തരീക്ഷം കൃത്യമായി പാകിസ്ഥാനും ഭാരതത്തിനും ഇടയിൽ ഉണ്ടായിരുന്നു. അതിനിടയിൽ പാകിസ്ഥാൻ ഭാരതത്തിലേക്ക് തൊടുത്തുവിട്ട ഒരു മിസൈൽ, അത് ചൈനീസ് നിർമ്മിത മിസൈലാണ് എന്ന് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഭാരതത്തിന്റെ സൈന്യം PL-15 എന്ന ചൈനയുടെ മിസൈൽ ഭാരതത്തിലേക്ക് പാകിസ്ഥാൻ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കൃത്യമായി സൈന്യം ആ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ആ തെളിവുകൾ മുന്നോട്ട് വെച്ചതാണ്. ചൈനയാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നത്. പാകിസ്ഥാന്റെ ആയുധ ശേഖരണത്തിന്റെ 81% നൽകുന്നത് ചൈനയാണ് എന്ന വസ്തുത കൂടി നമ്മൾ ഓർക്കണം. അങ്ങനെ അതിർത്തിയിൽ പാകിസ്ഥാൻ അനാവശ്യമായ പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും ചൈനയുടെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. ഇപ്പോൾ ഇത് കൂടാതെയാണ് ഈ ഒരു രണ്ട് രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അരുണാചൽ പ്രദേശിന്റെ പേരിൽ ഒരു അനാവശ്യമായ പ്രകോപനം ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ സൃഷ്ടിക്കാൻ ചൈന ശ്രമിച്ചിരിക്കുന്നത്. രോഹിണി, ഗൗതം, നമുക്കറിയാം, വടക്ക് കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് ചൈന പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക പതിവാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയതിനു ശേഷം കൃത്യമായ നിലപാട് ഭാരതം വ്യക്തമാക്കിയിരുന്നു. ഭാരതത്തിനു മേലുള്ള ഏത് കടന്നാക്രമണത്തെയും ഒരു യുദ്ധമായി തന്നെ കണക്കാക്കും, തിരിച്ചടി സുനിശ്ചിതമായിരിക്കുമെന്ന് തന്നെയാണ് ഭാരതം അപ്പോൾ വ്യക്തമാക്കിയത്. നിലവിൽ ഇപ്പോൾ ചൈനയ്ക്കും കൂടി ഈ മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ ഭാരതം ഒരു തക്കതായ താക്കീതല്ലേ ചൈനയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? കാരണം ഒളിഞ്ഞും തെളിഞ്ഞും ചൈന ഇത്തരത്തിലുള്ള നിലപാട് മാറ്റവും വ്യതിയാനവും പ്രകോപനവും ഒക്കെ തുടർന്നിട്ട് കാലങ്ങൾ കുറയായി. അതുകൊണ്ട് ഈ ഒരു മുന്നറിയിപ്പ് ശക്തമായ ഒരു താക്കീത് തന്നെയല്ലേ? രോഹിണി, ശക്തമായ താക്കീത് മുന്നറിയിപ്പുമാണ് ബെയ്ജിങ്ങിന് ഇപ്പോൾ ന്യൂഡൽഹി നൽകുന്നത്. കാരണം ഈ പാകിസ്ഥാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആയുധങ്ങൾ നൽകുന്നതിൽ വലിയ പങ്ക് ചൈനയ്ക്കുണ്ട്. പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അതിൽ 81% ആയുധങ്ങൾ, അതായത് മിസൈലുകളും അതോടൊപ്പം ഡ്രോണുകളും ഫൈറ്റർ ജെറ്റുകളും ചൈന ഈ അടുത്തിടെ നടന്ന പ്രകോപനത്തിൽ പോലും പാകിസ്ഥാൻ ഉപയോഗിച്ച J-17 ഒക്കെ ചൈന നൽകിയിട്ടുള്ള ആയുധങ്ങളാണ്, അല്ലെങ്കിൽ പോർ വിമാനങ്ങളാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ്
ഭാരതത്തിനെതിരെ പ്രകോപനം പലപ്പോഴും ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നടന്ന ഈ സംഘർഷത്തിൽ, ഈ യുദ്ധത്തിനിടയിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച മിസൈൽ തന്നെ ചൈന നൽകിയതാണ് എന്ന് തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് പിന്നിൽ ചൈനയുടെ കരങ്ങൾ വ്യക്തമാണ്. ഇത് കൂടാതെ തന്നെ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം 2021 ഗാൽവൻ താഴ്വരയിൽ വലിയ സംഘർഷം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായത്. ഭാരതത്തിന്റെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറുന്നു ചൈനീസ് പട്ടാളം. അതിനുശേഷം നമ്മുടെ ഏതാണ്ട് 20 സൈനികരെ വധിച്ചുകൊണ്ടുള്ള ഒരു നീക്കമുണ്ടായി. തിരിച്ച് ഭാരതത്തിന്റെ 16 ബിഹാർ റെജിമെന്റിന്റെ തിരിച്ചടിയിൽ ചൈനയ്ക്ക് ഏതാണ്ട് 40-നും 50-നും ഇടയിൽ പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങോട്ടുള്ള പ്രകോപനത്തിന് അതേ മാർഗത്തിൽ തന്നെ 2014 ശേഷം ഭാരതം ചൈനയ്ക്ക് മറുപടി നൽകുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. കോൺഗ്രസിന്റെ കാലത്ത് ചൈന നടത്തുന്ന പ്രകോപനങ്ങളോട് ഭാരതം പ്രതികരിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ആ കാര്യം ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന UPA സർക്കാരിന്റെ കാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന മലയാളി കൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് AK ആന്റണി ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ചൈനീസ് അതിർത്തിയിൽ പലപ്പോഴും ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ടെന്നും ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങളിലേക്ക് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കടന്നുകൊണ്ട് കയറി വന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളും സൈനിക നീക്കങ്ങളും നടത്താറുണ്ടെന്നും, എന്നാൽ ഇന്ത്യ അതിന് കൃത്യമായ ഒന്നും ചെയ്യാറില്ല, അവരെ കയറൂരി വിട്ടിരിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി തന്നെ കോൺഗ്രസിന്റെ കാലത്ത് ലോക്സഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. 2014 മുൻപ് ചൈനീസ് അതിർത്തിയിൽ എന്താണ് സംഭവിച്ചതെന്ന്. മാത്രമല്ല 1962 യുദ്ധത്തിന്റെ സാഹചര്യം നമുക്കറിയാം. അന്ന് നെഹ്റുവിന്റെ കാലത്താണ് യുദ്ധമുണ്ടായത്. അക്സായി ചിൻ എന്ന ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായ പ്രദേശം അന്ന് ചൈന പിടിച്ചെടുക്കുമ്പോൾ പോലും നെഹ്റു അതിനെപ്പറ്റി പറഞ്ഞത് അത് പച്ചപ്പുല്ല് മാത്രം ഉള്ള സ്ഥലമാണ്, അത് നമുക്ക് ആവശ്യമില്ല എന്ന സമീപനമായിരുന്നു നെഹ്റുവിൻ്റെത്. അപ്പോൾ ഇതെല്ലാം ചരിത്രമാണ്. പക്ഷേ 2014 ശേഷം നരേന്ദ്രമോദിയുടെ കാലഘട്ടം അങ്ങനെയല്ല. ചൈനീസ് പ്രകോപനത്തിന് ശക്തമായ മറുപടി നമ്മൾ നൽകിയിട്ടുണ്ട്. 2017 നമുക്കറിയാം ഡോക്ലാമിൽ ഭൂട്ടാന്റെയും ഭാരതത്തിന്റെയും ചൈനയുടെയും അതിർത്തി ട്രയാങ്കുലർ രീതിയിൽ വരുന്ന ഒരു സ്ഥലമാണ് ഡോക്ലാം. അവിടെ അനാവശ്യമായ ഒരു സ്റ്റാൻഡ് ഓഫിന് ചൈന ശ്രമിക്കുകയും മാസങ്ങൾ നീണ്ടുനിന്ന സൈനിക നീക്കം ഭാരതവും നടത്തിയതോടുകൂടി ചൈന ഒടുവിൽ അതിൽ നിന്നും പിന്നോട്ട് മാറുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഭാരതത്തിന്റെ വടക്കൻ മേഖലയിൽ ലഡാക്ക് അതിർത്തിയിലെ ഗാൽവൻ പാങ്കോക്ക് താഴ്വരകളിൽ ചൈനീസ് പ്രകോപനം ഉണ്ടായത്. അത് ഗാൽവനിൽ വലിയ സംഘർഷമായി മാറുകയും ഇരുഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എങ്കിൽ പോലും ഭാരതം തിരിച്ചടിക്കുകയും ചൈനീസ് ഭാഗത്തേക്ക് കൃത്യമായിട്ട് ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഉണ്ടാവുകയും ഒരു സന്ദേശം നൽകുകയും ചെയ്തു. അതിനുശേഷം ഒരു നേരിട്ടുള്ള സൈനിക നടപടിക്ക് ചൈന അതിനുശേഷം തയ്യാറായിട്ടില്ല. അത് കഴിഞ്ഞും പിന്നീട് ഈ നയതന്ത്ര തലത്തിൽ പേരുകൾ മാറ്റിയും ഭാരതത്തിന്റെ കായിക താരങ്ങൾ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള കായിക താരങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് വിസ നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും ഏത് രീതിയിലുള്ള പ്രതികരണം ഉണ്ടായാലും അതിന് മറുഭാഗത്ത് തിരിച്ചടി ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയ്ക്കും ഭാരതം നൽകുകയാണ്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകി.